അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യൂസുഫ് നബിയുടെ കഥാവിവരണം അതിൻ്റെ അവസാന രംഗത്തേക്ക് കടക്കുകയാണ്. യൂസുഫ് തൻ്റെ സഹോദരങ്ങളോട് താൻ യൂസുഫാണെന്ന കാര്യം വെളിപ്പെടുത്തുകയാണ്. നേർക്കുനേരെ ഞാൻ യൂസുഫാണെന്ന് പറഞ്ഞുകൊണ്ടല്ല വെളിപ്പെടുത്തുന്നത്, മറിച്ച് ആ സാഹചര്യം ആവശ്യപ്പെടുന്ന ഒരു പ്രത്യേക ശൈലിയിലാണ് അദ്ദേഹം താൻ യൂസുഫാണെന്ന കാര്യം വെളിപ്പെടുത്തുന്നത്. അതായത് ഒരു വശത്ത് സഹോദരങ്ങൾ അങ്ങേയറ്റം ദാരിദ്ര്യത്തിലും പട്ടിണിയിലും പ്രയാസപ്പെടുകയും യൂസുഫിനോട് തന്നെ ദാനം നൽകണേ എന്നാവശ്യപ്പെടുകയും ചെയ്യുന്ന സാഹചര്യം, മറുവശത്ത് അവർ ഉപദ്രവിക്കുകയും ഇല്ലാതാക്കാൻ ശ്രമിക്കുകയും ചെയ്ത യൂസുഫും സഹോദരനും അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹങ്ങളിൽ സുഭിക്ഷതയോടുകൂടി കഴിയുന്ന മറ്റൊരു സാഹചര്യം എന്ന് മാത്രമല്ല, തന്നെ ഇല്ലാതാക്കാൻ ശ്രമിച്ചവർ തൻ്റെ മുമ്പിൽ വന്ന് തന്നെ സഹായത്തിന് കേഴുന്ന സന്ദർഭം. ഈ സാഹചര്യത്തെക്കുറിച്ച് അവരെ ചിന്തിപ്പിക്കുന്ന തരത്തിലുള്ള ശൈലിയിലാണ് യൂസുഫ് നബി താൻ ആരാണെന്ന വസ്തുത അവരുടെ മുമ്പിൽ വെളിപ്പെടുത്തുന്നത്. അതോടൊപ്പം തന്നെ അവർ ചെയ്തതൊക്കെ അവിവേകം കൊണ്ട് സംഭവിച്ചു പോയതാണെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം സഹോദര ബന്ധത്തെ പൂർവാധികം ശക്തിയോടെ തിരിച്ചു പിടിക്കാനും സഹോദര സ്നേഹം പ്രകടിപ്പിക്കാനും മടിക്കുന്നുമില്ല. ഈ സന്ദർഭത്തിൽ സഹോദരങ്ങൾ അദ്ദേഹത്തോട് നീ യൂസുഫാണോ എന്ന് ഉത്കണ്ഠയോടുകൂടി ചോദിക്കുന്നു. അള്ളാഹു താങ്കൾക്കും സഹോദരനും, അതായത് യൂസുഫിനും ബെന്യാമീനും നൽകിയ അനുഗ്രഹത്തെക്കുറിച്ചും ഔദാര്യത്തെക്കുറിച്ചും ഞങ്ങൾ മനസ്സിലാക്കുന്നു എന്നും ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങൾ തിരിച്ചറിയുന്നു എന്നുമാണ് അവർ ആ സമയത്ത് പ്രതികരിച്ചത്. ഇക്കാര്യങ്ങൾ പറയുന്ന 89, 90, 91 ആയത്തുകളാണ് ഇന്ന് പഠിക്കുന്നത്. قال هل علمتم ما فعلتم بيوسف وأخيه إذ أنتم جاهلون قالوا أئنك لأنت يوسف قال أنا يوسف وهذا أخي قد من الله علينا إنه من يتق ويصبر فإن الله لا يضيع أجر المحسنين قالوا تالله لقد آثرك الله علينا وإن كنا لخاطئين قال അദ്ദേഹം ചോദിച്ചു, യൂസുഫ് ചോദിച്ചു, ഹൽ അലിംതും മാ ഫഅൽതും ബി യൂസുഫ വ അഖീഹി, യൂസുഫിനോടും അവൻ്റെ സഹോദരനോടും നിങ്ങൾ എന്താണ് ചെയ്തതെന്ന് നിങ്ങൾക്കറിയാമല്ലോ അല്ലേ? ഇത് അൻതും ജാഹിലൂൻ, നിങ്ങൾ അവിവേകികളായിരുന്ന കാലത്ത്, പണ്ട് നിങ്ങൾ അറിവും വിവേകവും ഇല്ലാത്ത കാലത്ത് യൂസുഫിനോടും ബിന്യാമീനോടുമുള്ള പകയും വിദ്വേഷവും കാരണം എന്തൊക്കെ ക്രൂരതകളാണ് ചെയ്തു കൂട്ടിയിരുന്നതെന്ന് നിങ്ങൾക്കറിയാമല്ലോ അല്ലേ? ഇപ്പോൾ അതൊക്കെ ഒന്ന് ഓർത്തു നോക്കൂ. ഇപ്പോൾ നിങ്ങളുടെ അവസ്ഥ വെച്ച് അതൊക്കെ ഒന്ന് ഓർത്തു നോക്കൂ. അപ്പോൾ നിങ്ങൾക്ക് പലതും മനസ്സിലാകും. ഇത് പ്രതികാര ശൈലിയിലൊന്നുമല്ല യൂസുഫ് നബി സഹോദരങ്ങളോട് പറഞ്ഞത്. അതുകൊണ്ടാണ് ഇത് അൻതും ജാഹിലൂൻ, നിങ്ങൾ അവിവേകികളായിരുന്ന കാലത്ത് എന്ന് പറയുന്നത്. അതായത് അതൊക്കെ അറിവും വിവേകവുമില്ലാത്ത കാലത്ത് സംഭവിച്ചു പോയതാണ് എന്ന് യൂസുഫ് നബി അതിനെ ലഘൂകരിച്ചു പറയുന്നത് സഹോദരങ്ങളുടെ മനസ്സിനെ സമാധാനിപ്പിച്ചുകൊണ്ട് മാറ്റിയെടുക്കാൻ കൂടിയാണ്. സഹോദരങ്ങളോട് പ്രതികാരം ചെയ്യാനല്ല അദ്ദേഹം ഉദ്ദേശിക്കുന്നതെന്ന് ഇനി വരാനിരിക്കുന്ന ആയത്തിൽ അദ്ദേഹം പറയുന്നുമുണ്ട്. സഹോദരങ്ങൾക്കിടയിലെ പ്രശ്നങ്ങൾ ലഘൂകരിച്ച് സ്നേഹബന്ധവും സമാധാനവും വീണ്ടെടുത്ത് സന്തോഷത്തോടെ ജീവിക്കാൻ അവരെ പ്രേരിപ്പിക്കുക കൂടിയാണ് അദ്ദേഹം. താൻ യൂസുഫാണെന്ന് സ്വയം പറയാതെ യൂസുഫിനോടും ബിന്യാമീനോടും നിങ്ങൾ ചെയ്തതൊക്കെ ഓർക്കുന്നുണ്ടല്ലോ എന്ന് യൂസുഫ് ചോദിക്കുകയാണ് ചെയ്തത്. അപ്പോൾ തന്നെ സഹോദരങ്ങൾക്ക് കാര്യം പിടികിട്ടി. അവർ ചോദിച്ചു, നീ യൂസുഫ് അല്ലേ? ഖാലു അഇന്നക ലഅൻത യൂസുഫു, അവർ ചോദിച്ചു, അങ്ങ് യൂസുഫ് തന്നെയോ? നീ യൂസുഫ് അല്ലേ എന്നാണ് ചോദ്യം. രൂപത്തിൽ സാദൃശ്യമുണ്ടായിരുന്നെങ്കിലും അദ്ദേഹത്തെക്കുറിച്ച് യൂസുഫാണോ എന്ന് ഇതുവരെ അവർക്ക് ഒരു സംശയത്തിന് പോലും സാധ്യതയുണ്ടായിരുന്നില്ല. കാരണം ഇത്ര വലിയ ഒരു സ്ഥാനത്ത് തങ്ങൾ കിണറ്റിലെറിഞ്ഞ സഹോദരൻ എത്തുക എന്നത് ഒരിക്കലും അവരുടെ ചിന്തയിലേക്ക് വന്നിട്ടില്ല. എന്നാൽ ഇപ്പോൾ അദ്ദേഹം ഈ ചോദ്യം ചോദിച്ചപ്പോൾ അവർക്ക് കാര്യം പിടികിട്ടി. ഇത് തങ്ങളുടെ യൂസുഫ് തന്നെയാണെന്ന് അദ്ദേഹത്തിൽ ചെറുപ്പത്തിലേ ഉണ്ടായിരുന്ന പല ഗുണങ്ങളും വെച്ച് നോക്കുമ്പോൾ അവർക്ക് ബോധ്യപ്പെടുന്നു. മാത്രമല്ല യൂസുഫിനോട് അവർ ചെയ്തതൊന്നും യൂസുഫിനും അവർക്കുമല്ലാതെ മനുഷ്യർക്കിടയിൽ മറ്റാർക്കും അറിയില്ല. അതുകൊണ്ട് തന്നെ ഇത് കേട്ടപ്പോൾ അവർ ചോദിച്ചു, നീ യൂസുഫ് അല്ലേ? കാല, അദ്ദേഹം പറഞ്ഞു, അന യൂസുഫ്, അതെ ഞാൻ യൂസുഫ് തന്നെയാണ്. വഹാദ അഖി, ഇത് എൻ്റെ സഹോദരനുമാണ്. ഞാൻ യൂസുഫ്,
ഇത് ബിന്യാമീൻ എൻ്റെ സഹോദരൻ. അത് മന്നല്ലാഹു അലൈന, അള്ളാഹു ഞങ്ങൾക്ക് വമ്പിച്ച ഔദാര്യം നൽകിയിരിക്കുന്നു. കണ്ടില്ലേ, നിങ്ങൾ വിദ്വേഷവും വെറുപ്പും കൊണ്ട് ഞങ്ങളെ ഇല്ലാതാക്കാൻ ശ്രമിച്ചപ്പോൾ അള്ളാഹു അവൻ്റെ മഹത്തായ ഔദാര്യം കൊണ്ട് ഞങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നത്. ഇന്നഹു മൻ യത്തഖി വയസ്ബിർ, കാരണം എന്തെന്ന് വെച്ചാൽ തഖ്വയും സബറും ഉള്ളവരാണെങ്കിൽ, ദൈവഭക്തിയും ക്ഷമയുമുള്ളവരാണെങ്കിൽ ഫഇന്നല്ലാഹ ലാ യുളിഉ അജ്റൽ മുഹ്സിനീൻ, അത്തരം സുഹൃതവാന്മാരുടെ കർമ്മഫലം അള്ളാഹു ഒരിക്കലും പാഴാക്കുകയില്ല. ഈ കഥാവിവരണം ഉൾക്കൊള്ളുന്ന സുപ്രധാനമായ സന്ദേശമാണിത്. അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങളെ, പ്രതിസന്ധി ഘട്ടങ്ങളെ ക്ഷമയോടെയും പ്രാർത്ഥനയോടെയും തരണം ചെയ്യാൻ തയ്യാറുള്ളവർക്ക് ഈ ദുനിയാവിൽ തന്നെ അള്ളാഹു മഹത്തായ ഔദാര്യം നൽകി അനുഗ്രഹിക്കും എന്നത് യൂസുഫ് നബിയെയും പിതാവ് യാക്കൂബ് നബിയെയും അതിനുള്ള മാതൃകകളായി ഈ കഥയിൽ അവതരിപ്പിക്കുകയും ചെയ്യുന്നു. തങ്ങൾ ഇത്ര വലിയ ക്രൂരത ചെയ്ത സഹോദരൻ ഒരു രാജ്യത്തിൻ്റെ അധികാരസ്ഥാനത്തിലെത്തിയിട്ട് പോലും തങ്ങളോട് ഇത്ര മാന്യമായി പെരുമാറുന്നു. അവർ കുറ്റബോധം കൊണ്ട് ഇങ്ങനെ പറഞ്ഞു, ഖാലു തല്ലാഹി, അവർ പറഞ്ഞു അള്ളാഹുവാണ് സത്യം. സഹോദരങ്ങൾ പറയുകയാണ്, ലഖദ് ആസറക്കല്ലാഹു അലൈന, അള്ളാഹു നിനക്ക് തന്നെയാണ് ഞങ്ങളെക്കാൾ ഔന്നിത്യം നൽകിയിരിക്കുന്നത്. എന്നെയും സഹോദരൻ ബിന്യാമീനെയും അള്ളാഹു അനുഗ്രഹിച്ചിരിക്കുന്നത് കണ്ടില്ലേ എന്ന് യൂസുഫ് നബി ചോദിച്ചത് അംഗീകരിച്ചുകൊണ്ട് അവർ പറഞ്ഞതാണിത്. ഞങ്ങളെക്കാളും മഹത്തായ പദവിയും അനുഗ്രഹങ്ങളും നൽകി അള്ളാഹു നിന്നെ ആദരിച്ചിരിക്കുന്നു എന്നത് തന്നെയാണ് സത്യം. വ ഇൻ കുന്നാ ലഖാതിഈൻ, ഞങ്ങൾ പാപം ചെയ്തവർ തന്നെയാണ്. കുറ്റബോധത്തോടെ അവർ അവരുടെ തെറ്റുകൾ ഏറ്റുപറയുകയാണ്. തുടർന്ന് അവരോട് യൂസുഫ് നബിക്ക് ഒരു പ്രതികാരവുമില്ല എന്ന് അദ്ദേഹം പറയുന്നതാണ് ഇനി വരുന്നത്. ഇൻഷാ അള്ളാഹ് അത് നാളെ പഠിക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.